ശരണമയ്യപ്പ ഹരേ. ഇന്ന് നമുക്ക് ഒരു ജീവിതം അടിപൊളിയായിട്ട് കൊണ്ടു നടക്കണം വേണ്ടേ? അത് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ജീവിതം കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ ബൈക്ക് ഓടിക്കുന്നുണ്ട്, പഠിക്കണം, പഠിക്കാണ്ട് പറ്റില്ല. ബൈക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ പഠിക്കണം. എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ചിന്മയാനന്ദ മഹാരാജ് പറയും, ഈവൻ പിക്ക് പോക്കറ്റ് യു ഹാവ് മസ്റ്റ് എ ഗുരു. പിക്ക് പോക്കറ്റിന് പോലും എന്ത് വേണം? ഗുരു വേണം. അപ്പോൾ ഭാരതീയ സംസ്കൃതി മുഴുവൻ നമുക്കറിയാം ഗുരുത്വാധിഷ്ഠിതമാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിനും എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ? എന്താണ് പഠിക്കേണ്ടത്? എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ എങ്ങനെ നല്ല ഒരു ഭാര്യയായി ജീവിക്കാം. കൊള്ളാം, സബ്ജക്റ്റ് കൊള്ളാം, നന്നായിട്ടുണ്ട്. എടോ, ഒരു സ്ത്രീ ഒരു നല്ല ഭാര്യയായി ജീവിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ, ഞങ്ങളെന്താ ഭർത്താക്കന്മാരെന്താ മോശക്കാരാണോ? അല്ല, ഞങ്ങളും പ്രൂവ് ചെയ്യും എന്ത്, ഒരു നല്ല പറയൂ ഭർത്താവാകാൻ. ഓക്കെ. അപ്പോൾ പിന്നെ അച്ഛൻ ആ ചാരായടിയും ആ മുറുക്കും മദ്യവും മയക്കുമരുന്നും സർവ്വവൃത്തികേടുകളും അച്ഛൻ ഉപേക്ഷിച്ചിട്ട് എന്തു ചെയ്യും? അച്ഛനും നന്നാവും, അമ്മയോ അമ്മായിയമ്മ ദി ബെസ്റ്റ് ആവും. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു വ്യക്തി ഞാൻ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യദ്യത് ആചരതി ശ്രേഷ്ഠ തത്ര ദേവോ സ്ഥതോജയ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. കൃഷ്ണൻ പറയുന്നു ലോകം ഇത് ആചരിക്കുമെന്ന്. ഇതുപോലെ എൻ്റെ കുടുംബത്തിൽ ഞാനൊരു നല്ല ഭർത്താവായാൽ എൻ്റെ ഭാര്യ നല്ല ഭാര്യയാകുന്നു, എൻ്റെ അമ്മ നല്ല അമ്മയാകുന്നു, എൻ്റെ അച്ഛൻ നല്ല അച്ഛനാകുന്നു, പിന്നെ എൻ്റെ മക്കൾ നല്ല മക്കളാകുന്നു. പിന്നെ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ജീവിതത്തിൽ തിന്മയുണ്ടെങ്കിൽ അതിൽ നിന്നും അവർ പുറത്ത് കടക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം കട്ടപ്പുകയാണ്. അറിയാലോ, കണ്ണാടി നോക്കിയാൽ മതി അവനവൻ്റെ ജീവിതത്തിലോട്ട്. അപ്പോൾ ജീവിതം എന്താണ്? ദുഃഖ ദുരിതപൂരിതമായ, ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം, സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നം, മക്കളുടെ പ്രശ്നം, ലൈംഗിക പ്രശ്നം, സാമൂഹിക പ്രശ്നം, വാട്സാപ്പ് പ്രശ്നം, ഫേസ്ബുക്ക് പ്രശ്നം, സോഷ്യൽ മീഡിയ, സർവ്വതും പ്രശ്നം. അതുകൊണ്ട് ജന്മദുഃഖം, ജരാദുഃഖം, ജായദുഃഖം, പുനഃപുന സംസാര സാഗരം ദുഃഖം തസ്മാൽ ജാഗ്രത. ശങ്കരാചാര്യർ എഴുതി വെച്ചതാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഈ ദുഃഖത്തിൽ നിന്നും നമ്മുടെ ജീവിതം അനുനിമിഷം വർദ്ധിച്ചു വരികയാണ്. അപ്പം ഈ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ശരണമയ്യപ്പ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കുകയാണ്. ഞാനിവിടെ ഉദയനാപുരത്ത് അമ്പലത്തിൽ വേദപാഠശാലയിൽ വേദം പഠിപ്പിക്കാൻ പോകാറുണ്ട്. അവിടെ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള 3 കുട്ടികളുണ്ട്, മൂട്ടകൾ എന്ന് പറയും ഞങ്ങൾ. ഈ മൂട്ട പിള്ളേർ ചോദിച്ചു എൻ്റെ അടുക്കൽ, ഗുരുജി ഈ വേദം ഇതൊക്കെ ഈ പഴംപുരാണൊക്കെ ഇപ്പം എന്തിനാണ് ഞങ്ങൾ പഠിക്കുക? ഞങ്ങൾ കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഒക്കെ അല്ലേ പഠിക്കേണ്ടത്? ഇതുകൊണ്ടൊക്കെ വല്ല ഇതുകൊണ്ട് ഈ പിള്ളേർ നന്നായിട്ട് പഠിക്കും. പക്ഷെ എന്നാൽ ആ പിള്ളേരുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു പഠിക്കണ സമയത്ത് പഠിക്കണതോടെ ഇവരെ ഓടിച്ചു കളഞ്ഞു. എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല, ഞാനാകെ കുട്ടിക്ക്. പക്ഷേ ആ കുട്ടികളുടെ ചോദ്യം എന്താണ് വേദം? കുട്ടികളുടെ ചോദ്യമാണല്ലോ, നമുക്ക് മറുപടി പറയണ്ടേ? അടുത്ത ആഴ്ച ക്ലാസ്സിൽ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഈ വേദം എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് വേദം എന്ന് പറഞ്ഞാൽ അറിവാണെന്ന്. ഈ അറിവ് കൊണ്ട് എന്താ ഒരു കാര്യവുമില്ല. പിന്നെയാണ് ഞാനിത് ഓർമ്മ വന്നത്, വേദങ്ങളുടെ ഭാഗമായിട്ട് ആയുർവേദം. അപ്പം ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷീശ്വരന്മാർ അവർ ഓരോ മരുന്നുകൾ കണ്ടുപിടിച്ച് ഓരോ അസുഖങ്ങൾക്ക്, തലവേദന, വല്ലുവേദന, വയറുവേദന, ഹാർട്ടിൻ്റെ അറ്റാക്ക്, കൊളസ്ട്രോള്, ഷുഗർ മുതലായിരിക്കുന്ന അസുഖങ്ങൾ മാറ്റുന്നതായി അവർ ജീവിതത്തിൽ അനുഭവിച്ച് ഉറപ്പിച്ച് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് എന്ത്? ആയുർവേദം. പാരസെറ്റമോൾ, ഇപ്പം പല്ലുവേദനയും തലവേദനയും എല്ലാ വേദനകളും മാറും. ഇതുപോലെ ആയുർവേദം
ശരീരത്തിൻ്റെ, ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം, ആയുർവേദം ശരീരത്തിൻ്റെ അസുഖങ്ങൾ മാറ്റുന്നത് പോലെ നമ്മളൊക്കെ എപ്പോഴും എവിടെയും കൊണ്ട് നടക്കുന്ന നമ്മുടെ മനസ്സുണ്ട്. എനിക്ക് മനസ്സിലൂടെ നിന്നോട് സംസാരിക്കാന്നൊക്കെ പറയാറില്ലേ? ഈ മനസ്സിൻ്റെ ദുഃഖങ്ങൾ പൂർണ്ണമായും മാറ്റാൻ ദുഃഖവിമുച്യതേ, ദുഃഖത്തെ പൂർണ്ണമായി, മനസ്സിൻ്റെ ദുഃഖത്തെ പൂർണ്ണമായി മാറ്റുന്ന ശാസ്ത്രത്തിൻ്റെ പേരാണ് വേദങ്ങൾ. അപ്പം ഈ ദുഃഖങ്ങൾ ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം, ശരീരത്തിലുണ്ടാകുന്ന അസുഖം, മനസ്സിനുണ്ടാകുന്ന അസുഖം, പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളിൽ നിന്നും സമൂഹത്തിലും ഇടിവെട്ടും മഴയും വെള്ളപ്പൊക്കവും, ഇങ്ങനെയുള്ള ദുഃഖം, ഇങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങളും നമ്മളെ മാറ്റുന്നതാണ് വേദങ്ങൾ. അടുത്ത ആഴ്ച ക്ലാസ്സിന് പോയപ്പോൾ നമ്മളെ മൂട്ട പിള്ളേരോട് ഞാൻ പറഞ്ഞു, എടാ മക്കളെ ഇവിടെ വാടാണെന്ന് പറഞ്ഞു. ഒരു കിഴുക്കും കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ ജീവിത ദുഃഖം മാറ്റുന്നതാണ് വേദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ കണ്ണുനീരായി വന്നു. ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ മോളുണ്ട്, അവരൊക്കെ 2 ഇരട്ട കുട്ടികളാണ്, എൻ്റെ മോളും. അങ്ങനെയാണ് അവരെ വിളിച്ചിട്ടാണ് ഈ മൂട്ടകളെന്ന് എനിക്ക് ഓർമ്മ. ഇവരുടെ വിവാഹത്തിന് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഏകദേശം ഇങ്ങനെ പെൻഡിങ് നിൽക്കുകയാണിത്. അങ്ങനെ പെരുമ്പാവൂർ ഒരു ഇല്ലത്ത്, എന്നാൽ നമുക്ക് പോയിട്ട് ആ വീട് പോയിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാകുമ്പോൾ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഇപ്പോഴത്തെ ആധുനികതയൊക്കെ ഏത് 10 വർഷമായി പ്രേമിച്ച് നടക്കുന്നത് കല്യാണം എന്ന് പറയുമ്പോൾ, എന്നാലും ഗുരുജി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പ് പോരാ അവളെ കല്യാണം കഴിക്കാൻ. തിരുമേനി വിവാഹത്തിനെ നിശ്ചയിക്കടോ, തിരുമേനി 7 വർഷമായി പ്രേമിച്ച് നടക്കുന്നത്, എനിക്ക് അങ്ങേരെ വിവാഹം കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പ് പോരാ. ഈ ഉറപ്പില്ലായ്മയാണ് ആധുനിക യുവത്വം. ഇവിടെ വിവാഹം ആലോചിച്ചിട്ട് ഇല്ലത്ത് പോയിട്ടാകുമ്പോഴും നമ്മുടെ അങ്ങോട്ട് ഉറപ്പിക്കാൻ ഒരു ഉറപ്പില്ലായ്മ. അപ്പോൾ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടലല്ലേ പോവുള്ളൂ. യത് ഭാവേതി തത് ഭവതി. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ്. നീ ബാങ്ക് മോഷണം നടത്താനാണെന്ന് വെച്ചാൽ ബാങ്ക് മോഷണം നടത്തും, അല്ല വ്യഭിചാരിക്കാനാണെന്ന് വെച്ചാൽ അത് ചെയ്യും, അല്ല വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും പഠിച്ച് ജീവിതം സന്തുഷ്ടമാക്കാനാണെന്ന് വെച്ചാൽ അത് ചെയ്യും. ഇപ്പം നിങ്ങളിപ്പോൾ ഉദാഹരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായതുകൊണ്ടാണ്. ഇതുപോലെ ഇവിടെ പൂജാമുറിക്കകത്ത് ഞാൻ കയറിയപ്പോൾ അവിടെ 4 വേദവും മലയാളം ഭാഷ്യം ഞാനവിടെ കണ്ടു. ഈ ഇല്ലത്ത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇത് കണ്ട് നേരെ ഇങ്ങോട്ട് വിളിച്ചു, പെങ്ങളോട് പറഞ്ഞു, ഈ തെങ്ങിന് എന്തുകൊണ്ട് തേങ്ങയെല്ലാം നോക്കിയിടി എന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ വിവാഹം നിശ്ചയിക്കാം. എന്താണ് പറഞ്ഞത്? നമുക്ക് ഈ വിവാഹം നിശ്ചയിക്കാൻ. അവൾക്കൊരു സപ്പോർട്ട് കിട്ടി. ചേട്ടൻ്റെ സപ്പോർട്ടല്ലേ അനുജത്തിക്ക്. നല്ല ധൈര്യം വന്നു. ഉടൻ തന്നെ അളിയോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്ത്. എന്താണ്? ഒരു വൈദിക വേദ സംസ്കൃതിയിലുള്ള ഒരു പയ്യൻ ആ സംസ്കാരത്തിനുടമയായിരിക്കും. മറ്റൊന്നുമില്ല എങ്കിലും ആ സംസ്കാരം വികസിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കൂ, നൈസർഗികമായ കഴിവുകളും സ്വതന്ത്രമായ ചിന്തകളും ആ കഴിവുകൾ വികസിപ്പിക്കുന്ന വികസന തത്വസംഹിതയുടെ പേരാണ് വേദങ്ങൾ. വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന, നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കുന്ന ചിന്തകളാണ്. അത് ഗുരുത്വാധിഷ്ഠിതമായ ഒരു ഡിസിപ്ലിൻഡ് ലൈഫാണ് ഓഫർ ചെയ്യുന്നത്. എന്താണ്? ഒരു ഡിസിപ്ലിൻഡ്. നമ്മുടെ മക്കൾക്ക് ഡിസിപ്ലിനായിട്ടുള്ളൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കാത്ത അച്ഛനും അമ്മമാരും ഉണ്ടാവില്ല. അപ്പോൾ ആ മക്കൾക്ക് ഡിസിപ്ലിൻഡ് ലൈഫാണ് ഈ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് വേദത്തിലെ ഒരു നല്ല മന്ത്രമുണ്ട്. ബ്രാഹ്മേ മുഹൂർത്തമുത്ഥായ കൃതശൗച വിധിസ്തഥാ സ്നാത്വാചമ്യ സാധ്യാദിൻ വിധയാ വിധയാ. ഇതാണ് ബ്രഹ്മസംസ്കാരം. എന്താണ്? ബ്രാഹ്മേ മുഹൂർത്തമുത്തായ, ആദ്യ രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് കൃതശൈവ ശുചിശ്രവ, കൃത ശൗച, ടോയ്ലറ്റിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും, വിധിസ്ഥത, ആ സ്നാത്വാച, ആചമനാദികൾ ഒക്കെ ചെയ്തുകൊണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. കുട്ടികളായ നിങ്ങൾക്കിത് മനസ്സിലാക്കി ഞാൻ എളുപ്പ വഴി പറഞ്ഞു തരാം. കുട്ടികളൊക്കെ പൊതുവെ സാധാരണ രാത്രിയൊക്കെ മൊബൈലും തോണ്ടി ടി വിയിലെ ദുരന്തങ്ങളും കണ്ടുകൊണ്ട് കിടന്ന് ഒരു
7-7:30 ആകുമ്പോൾ വിളിച്ച് പടപടക്കുളി എല്ലാ പരിപാടിയും കഴിച്ച് പാക്ക് ചെയ്ത് വണ്ടിക്കകത്തോട്ട് തള്ളുക. 7 മണിക്ക് എഴുന്നേപ്പിച്ച് 7:30. നമ്മൾ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടെങ്കിൽ ആ ചെമ്പരത്തിയുടെ മുട്ടിന് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം. ചെമ്പരത്തിയുടെ ഒരു മുട്ടിന് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം. പിറ്റേ ദിവസം ഒരു 8 മണിക്ക് ബാക്കി എല്ലാ പൂക്കളും വിടർന്നിട്ടുണ്ടാവും. ഈ റബ്ബർ ബാൻഡ് ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഒരു 10 മണിക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പുഷ്പങ്ങളും നന്നായി വിടർന്ന് നിൽക്കുന്നുണ്ടാവും. ഈ പുഷ്പം മാത്രം ഇങ്ങനെ ഉണക്കിയിട്ട് കോഴി വസന്ത പിടിപെട്ട കോഴീനെ പോലെ ഇരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? അത് ബ്രാഹ്മേ മുഹൂർത്തമുത്തായ, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഈ പുഷ്പം ഉണർന്നെഴുന്നേറ്റില്ല. ഇതുപോലെ നമ്മുടെ മക്കളുടെ ബുദ്ധിയും ബോധവും ഓരോ കോശങ്ങളും ഓരോ നെർവും ഓരോ ഇൻറ്റേർണൽ ഓർഗനുകളും ഉണർന്നെഴുന്നേക്കാൻ ലേറ്റാവും. അപ്പോൾ കൗസല്യ സുപ്രജ രാമപൂർവ എന്താണ്? ഹേ കൗസല്യയുടെ പുത്രനായ ശ്രീരാമ, ഉയർത്തെഴുന്നേക്കു ഉയർത്തെഴുന്നേക്കു ഉയർത്തെഴുന്നേക്കു, മംഗളം മംഗളം മംഗളം, ഉദ്ധരേത് ആത്മനാത്മാനം. സ്വയം ഉയരുകയും വളരുകയും ചെയ്യുകയാണ് സൂര്യൻ്റെ ഒപ്പം ഈ പ്രപഞ്ചവും പ്രകൃതിയും സർവചരാചരങ്ങളും. അവയ്ക്കൊപ്പം നാം ഉയരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി ഓപ്പണാകും. ഇങ്ങനെയുള്ള കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാനും എല്ലാത്തിലും A+ വാങ്ങിക്കാനും നല്ല ജോലി സമ്പാദിക്കാനും നല്ല കുടുംബ ബന്ധവും കുടുംബത്തിനും രാഷ്ട്രത്തിനും സമൂഹത്തിനും അവനവനു തന്നെ പ്രിയങ്കരമായി മാറ്റാൻ സാധിക്കും. എങ്ങനെ? ഈ വേദ സംസ്കൃതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ. വേണോ വേണ്ടയോ? അപ്പോൾ നമ്മുടെ മക്കളെയെങ്കിലും വരും തലമുറയെങ്കിലും ഈ വേദ സംസ്കൃതിയിൽ വളർത്തിയാൽ മറ്റ് ചെമ്പരത്തിപ്പൂക്കളെ പോലെ സുഗന്ധപൂരിതമാകും. അല്ലെങ്കിൽ കാട്ടപ്പുക. എങ്ങനെ? ബ്രഹ്മണ്യതായ കർമാണി സംഘം ത്യക്ത്വാ കരോതി ച ലിപ്യതേ ന സപാപേന പത്മപത്രമിവംബസ. ചളിയിൽ താമരപ്പൂ സുഗന്ധപൂരിതമായി തേൻ നിറച്ച് എങ്ങനെയാണോ താമരപ്പൂ ഉള്ളത് അതുപോലെയാണ് നമ്മുടെ ജീവിതവും. അപ്പോൾ നമുക്ക് പുരുഷ സൂക്തത്തിൽ കേൾക്കാൻ പറ്റും, വിശദചക്ഷുരുത വിശദോ മുഹ വിശദോ ഹസ്ത ഉത വിശ്വതത്പാൽ. എല്ലാം പ്രപഞ്ചത്തിൽ നമുക്ക് ഈ പരമേശ്വരൻ്റെ ശിവൻ്റെ ധ്യാനത്തിലൊക്കെ വൈക്കത്തമ്പലത്തിലൊക്കെ തന്ത്രി പ്രതിഷ്ഠയ്ക്കും മേശാന്തി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ബിഭ്രന്ദർ കുടാരം മൃഗം അഭയവരതകസ്തോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസജനലോ വ്യാഘ്രജൻ മാതവർദ്ധ ദയേ മുക്താപരാഗാമൃത രസകലിത പഞ്ചവക്ത്ര. എന്താണ്? 5 മുഖങ്ങൾ. ഈ പരമേശ്വരന് 5 മുഖങ്ങളാണ് വൈക്കത്തപ്പനുള്ളത്. ഈ 5 മുഖങ്ങൾ എന്താണ്? ഭൂമി, ആകാശം, ജലം, വായു, സ്പേസ്. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളാണ് ഭഗവാന്റെ 5 മുഖങ്ങൾ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗം നമ്മൾ കേട്ടില്ലേ? അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമുണ്ട്. 11-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം. നല്ല 11 തന്നെ ഇത്. ദിവ്യമാല്യംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം മനന്തം വിശ്വതോമുഖം. സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഇത് രസമാണ്. ഏത് കുട്ടികൾക്കും ഇത് മനസ്സിലാവും. ഇതിനു മുന്നേ ഭഗവാൻ പറയുന്നുണ്ട്, ഇതാണ് മാംസചക്ഷുഷ. മാംസം കൊണ്ടുള്ള കണ്ണുകൊണ്ട് കാണുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ റേഞ്ച്, അതിൻ്റെ വലുപ്പം, എല്ലാത്തിനകത്തും അതിനൊരു ഇതുണ്ട്. ഇതില്ലാത്തതാണ് ദിവ്യം ദദാമിതേ ചക്ഷു യോഗമേ യോഗമേ പശ്യമേ യോഗമൈശ്വര്യം. ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. എന്തിനാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ നിനക്കൊരു കണ്ണ് തരാം. എന്താണ് ആ കണ്ണ്? നല്ലത് കാണാൻ, നല്ലത് കാണാൻ, നന്മ കാണാൻ. യോഗമൈശ്വര്യം, ഭഗവാന്റെ ഐശ്വര്യം കാണാനാണ് ഈ കണ്ണ്. ആ കണ്ണുകൊണ്ട് ഭഗവാൻ തന്ന ആ ദിവ്യ ചക്ഷുഷ കൊണ്ട് നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് ചിന്തിക്കാൻ പറ്റും. നല്ലത് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല മനസ്സിനുടമയാവും. നല്ല മനസ്സിനുടമയ്ക്ക് നല്ലത് പറയാൻ പറ്റും. നല്ലത് പറയുന്ന വ്യക്തി
നല്ലത് പ്രവർത്തിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി അവനവന് തന്നെ അസറ്റായി മാറാൻ സാധിക്കും. കൃഷ്ണൻ പറയുന്നു, അവനവനെ അസറ്റായി മാറിക്കഴിഞ്ഞാൽ കുടുംബത്തിന് അസറ്റായി മാറും. കുടുംബത്തിനും അവനവനും അസറ്റായി മാറിയാൽ സമൂഹത്തിന് അസറ്റായി മാറും. ഈ രാഷ്ട്രത്തിന്, എൻ്റെ ഭാരത മാതാവിന് അത് അസറ്റായി മാറും. ഇതാണ് കൃഷ്ണൻ്റെ വിഷനും മിഷനും. ദിവ്യം ദദാമിതേ ചക്ഷു. അപ്പോൾ ദിവ്യമാല്യംബരധരം, മാല, വസ്ത്രം മുതലായിരുന്നൊക്കെ എല്ലാം വളരെ ദിവ്യമാണ്. ഇന്ന് മുതൽ മരിക്കുന്നത് വരെ ഒരു ഗുരുവായൂരപ്പ ഭക്തനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഈ ദിവ്യമല്യംബരധരം, ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാൻ തൻ്റെ വസ്ത്രമായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഭഗവാൻ തൻ്റെ മാലയായിട്ടാണ്. മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനന്യ മയി സർവമിതം പ്രോക്തം സൂത്രേ മണിഗണായിവ. ഈ ചരടിൽ മുത്തുകോർത്തതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും എന്നിൽ കോർത്തിരിക്കുകയാണ് പ്രേമസ്വരൂപനായ കൃഷ്ണൻ പറയുകയാണ്. അപ്പോൾ ദിവ്യമാല്യംബരധരം, അപ്പോൾ പിന്നെ ദിവ്യഗന്ധാനുലേപനം. പ്രപഞ്ചത്തിൽ സുഗന്ധം മാത്രമൊന്നുമല്ല കേട്ടോ, എന്ത് ഗന്ധമുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ ഭഗവാൻ ദിവ്യഗന്ധാനുലേപനം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സർവഗന്ധങ്ങളും, അപ്പോൾ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിൽ നാം ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഒക്കെ ഭഗവാനാണെന്ന് റിട്ടനായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ എഴുതി. അപ്പോൾ ഇങ്ങനെയാകുമ്പോഴോ സർവാശ്ചര്യമയം ദേവം, സർവാശ്ചര്യമയം ദേവം. അപ്പോൾ സർവവും ഈശ്വരമയമായി നമുക്ക് കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയ കുട്ടികളുടെ ഒരു കൗതുകമായിരിക്കില്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും പുതിയ സബ്ജക്റ്റ് കാണുന്നത് കുട്ടികൾക്ക് അതൊരു വലിയ കൗതുകമായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ അതിനോട് തട്ടിക്കളിക്കുന്നല്ലേ. ഇതുപോലെ ജീവിതം കുട്ടികളുടെ നിഷ്കളങ്കതയിൽ നമ്മൾ ജീവിക്കണം. കുട്ടികളുടെ കൗതുകത്തിലോട്ട് നമ്മൾ ജീവിക്കണം. ആശ്ചര്യവത് പശ്യതി കശ്ചിതേന ആശ്ചര്യവദതി ധാന്യജൈവ ആശ്ചര്യവാശ്ചൈവ മന്യശൃണോതി കൃഷ്ണൻ പറയുന്നതാണ്, ജീവിതം മുഴുവനൊരു അത്യാശ്ചര്യകരമായി കൊണ്ടു നടന്നാൽ ജീവിതത്തിൽ ഇല്ലാത്ത സബ്ജക്റ്റിൻ്റെ പേരായിരിക്കും ദുഃഖം. ഇതാണ് കൃഷ്ണൻ്റെ കാരുണ്യവും കൃഷ്ണൻ്റെ വിശ്വനും. അപ്പോൾ വിശ്വതോമുഖം, ഭഗവാന്റെ മുഖമാണ് പ്രപഞ്ചം. വിശ്വതോമുഖം, പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ മുഖമാണ്. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന. സമമായിട്ടെല്ലാം കാണണം, സാമവേദമായിട്ടെല്ലാം കാണണം. എല്ലാത്തിലും എന്നെ കാണണം, എന്നിലെല്ലാം കാണണം. അങ്ങനെ ആ മാനവ ജീവിതം സുഗന്ധപൂരിതമാക്കാൻ കൃഷ്ണൻ്റെ ഒരു ട്രിക്കാണ് ഈ ആത്മദർശനം. അപ്പോൾ വെറുപ്പില്ലാത്ത ദർശനമാണ് അദ്വൈത വേദാന്തം. അദ്വേഷ്ട സർവഭൂതാനാം, ഒന്നിനെയും വെറുക്കരുത്. ഇനി ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു കാര്യം ചെയ്യണം. ദൈവഗണം എന്താണ് പറയൂ? ദൈവഗണം, ഗോഡ് പാർട്ടിക്കിൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം. ഗോഡ് പാർട്ടിക്കിൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചു. മാസ് അതിൻ്റെ അപ്പുറത്തോട്ട് കടന്ന് ഇപ്പോൾ എന്താണ് വന്നിട്ടുള്ളത്? ഗോഡ് പാർട്ടിക്കിൾ, അണോരണീയാൻ മഹതോ. വേദങ്ങൾ പറയുന്നു അണോരണീയാൻ മഹതോ. എടുത്ത് നോക്കണം, യൂട്യൂബിൽ പഠിക്കണം. അപ്പോൾ ഹിഗ് ബോസൺ എന്ന ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഈ വേദങ്ങളെ കുറിച്ചിട്ടും ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞത്. ഗോഡ് പാർട്ടിക്കിൾ യൂട്യൂബിൽ അടിച്ചു നോക്കി മനസ്സിലാക്കി പഠിച്ചോ. ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കാം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ.